ഗുഡ് മോർണിംഗ്. RB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാമ്പത്തിക, അതായത് പേഴ്സണൽ ഫിനാൻസ് മേഖലയിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു പുസ്തകമാണ് റോബർട്ട് ടി കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ്. വളരെ ലളിതമായ ഭാഷയിൽ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന വിധത്തിലാണ് റോബർട്ട് ടി കിയോസാക്കി ആ പുസ്തകത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ലളിതമായിട്ടാണെങ്കിൽ വളരെ ഗാഢമായ വിഷയങ്ങളാണ് പുള്ളി വളരെ ലളിതമായ ഭാഷയിൽ സംസാരിച്ചിട്ടുള്ളത്. അതിൽ ചില പ്രസക്തമായ കാര്യങ്ങളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെനിക്കിഷ്ടം തോന്നിയ ചില കാര്യങ്ങളിൽ അതിലൊന്നും പ്രധാനപ്പെട്ടത്, നമ്മൾ പലപ്പോഴും പല ചെറുകിട മീഡിയം ലെവൽ ബിസിനസ്സുകാരോട് ചോദിക്കുന്നു, നിങ്ങൾ എത്രയാണ് ഒരു മാസം നിങ്ങൾ എത്ര ബിസിനസ്സിൽ നിന്ന് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം, നിങ്ങളുടെ വരുമാനം എത്രയാണെന്ന് വെച്ചാൽ പലർക്കും അത് അറിയില്ല. അപ്പോൾ അവർ തിരിച്ച് നമ്മളോട് പറയാറ്, എടുക്കാൻ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ട, എല്ലാം അങ്ങോട്ടേക്ക് കൊടുക്കാനുണ്ടാവാറുള്ളൂ, ലോൺ അടച്ച് മറ്റേതൊക്കെ തീരുമ്പോൾ ഒന്നും ഇങ്ങോട്ടേക്ക് എടുക്കാനുണ്ടാവില്ല എന്നാണ് പറയാറ്. പക്ഷേ റിച്ച് ഡാഡിൽ വളരെ മനോഹരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ 10% നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. റിച്ച് ഡാഡ് റോബർട്ട് ടി കിയോസാക്കിയോട് പറയുന്നതാണ്, നിനക്കൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ 10% നീ നിനക്ക് വേണ്ടി മാറ്റി വെക്കണം എന്ന് പറയുന്നു. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കൊരു സെയിൽസിൻ്റെ ഭാഗമായി എനിക്കൊരു 10,000 രൂപ കിട്ടുകയാണെങ്കിൽ ആ 10,000 രൂപയിൽ നിന്ന് 1,000 രൂപ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ച് ബാക്കി 9,000 രൂപ മാത്രമേ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് റിച്ച് ഡാഡ് കിയോസാക്കിയോട് പറയുന്നു. അപ്പോൾ കിയോസാക്കി വളരെ അത്ഭുതത്തോടൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിലുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ചെലവ് മീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? ഒരു ഉദാഹരണം കിയോസാക്കി ചോദിക്കുന്നത്, ഇപ്പോൾ 10,000 രൂപ നമുക്ക് കിട്ടി, 1,000 രൂപ ഞാൻ മാറ്റി വെച്ചു, 9,000 രൂപ മാത്രമേ ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഇടുന്നുള്ളൂ എങ്കിൽ എനിക്കൊരു ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാനുണ്ട് 10,000 റുപ്പീസ്. അപ്പോൾ എൻ്റെ അടുക്ക് എത്രയേ ഉള്ളൂ? ഇപ്പോൾ 9,000 ഉള്ളൂ. കാരണം 10,000 കിട്ടിയാൽ 1,000 ഞാൻ എനിക്ക് മാറ്റി വെച്ചു. റിച്ച് ഡാഡ് പറയുന്നു 10% നിങ്ങൾ മാറ്റി വെക്കണം, അപ്പോൾ 9,000 എൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാനുണ്ട് 10,000. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് 1,000 രൂപ ഷോർട്ടേജ് അല്ലേ എന്ന് ചോദിക്കുമ്പം റിച്ച് ഡാഡ് പറയുന്നു, പുറത്തുനിന്നുള്ള ഒരു ബാഹ്യ സമ്മർദ്ദം നിനക്കുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? ഇപ്പം 10,000 രൂപ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാനുണ്ട്, എൻ്റെ അടുക്ക് എത്രയേ ഉള്ളൂ? 9,000 രൂപയേ ഉള്ളൂ. 1,000 രൂപ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ 9,000 ഉള്ളൂ. ഇലക്ട്രിസിറ്റി 10,000 ഉണ്ടെങ്കിൽ 1,000 രൂപേൻ്റെ ഷോർട്ടേജ് നിനക്കുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇലക്ട്രിസിറ്റി വിച്ഛേദിക്കും. അപ്പോൾ നിനക്കൊരു ബാഹ്യ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നീ എന്ത് ചെയ്യും? ആ 1,000 രൂപ കളക്ഷന് വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും. ചിലപ്പോൾ എന്തുണ്ടാകാം, പുറത്തുനിന്ന് ഒരു കൊല്ലം അല്ലെങ്കിൽ 2-3 മാസമൊക്കെ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്ത പൈസ പുറത്ത് കിടപ്പുണ്ടാകും. അപ്പോൾ നമ്മൾ അവരെയൊക്കെ വിളിച്ച് നമ്മൾ ഉറപ്പായിട്ട് 1,000 രൂപ എങ്ങനെയെങ്കിലും നമ്മൾ കളക്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബാഹ്യ സമ്മർദ്ദം ഉണ്ടാകുമ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനു വേണ്ടി പണിയെടുക്കും. അല്ല എങ്കിൽ 10,000 രൂപ കിട്ടി, 10,000 ഇലക്ട്രിസിറ്റി അടക്കാം, എൻ്റെ 1,000 രൂപ ഞാൻ പിന്നെ എടുക്കാം എന്ന് പറഞ്ഞാൽ ഈ 1,000 രൂപ നമ്മൾ ഒരിക്കലും എടുക്കില്ല. എല്ലാം എന്തുണ്ടാകാം, ബിസിനസ്സിൽ തന്നെ അങ്ങോട്ടേക്ക് ഇടും, നമ്മൾ ഒന്നും നമുക്ക് മാറ്റി വെക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം ഈ ഒരു അടുത്തായിട്ടൊക്കെ പല ഹോട്ടലുകളിലും ബേക്കറികളിലൊക്കെ ഞാൻ കാഷ്യറോടൊക്കെ പോകുമ്പോൾ അവർ ക്ലോസ് ചെയ്യാനാകുമ്പോൾ ഒരു കവറിൽ അന്നത്തെ ബിസിനസ്സിൻ്റെ ഒരു 10% അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് അവരുടെ ഓണർക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് കാണാറുണ്ട്. ആ കവറിലിട്ടിട്ട് കൊടുക്കും. ഞങ്ങൾക്ക് ഇതായിരിക്കാണ്, അപ്പോൾ ഇത് ഓണർക്ക് കൊടുക്കേണ്ടതാണ് ഇന്നത്തെ കളക്ഷൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ എമൗണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷനായിട്ട് എടുക്കുന്നുണ്ട് എന്നതാണ്. അത് നിങ്ങൾ ഓരോ ബിസിനസ്സുകാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളുടെ ടോട്ടൽ വരുമാനത്തിൻ്റെ ഒരു 10% നമുക്ക് വേണ്ടി മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ദിവസവും ഓഫീസിൽ പോകുന്നതാണ്, ജോലിക്ക് ബിസിനസ് ആവശ്യത്തിന് പോകുന്നതാണ്. അപ്പോൾ നമുക്കെന്ത് വേണം? അതിനൊരു പ്രതിഫലം വേണ്ടേ? അപ്പോൾ അതിനു വേണ്ടിയാണ് റിച്ച് ഡാഡിൽ പറയുന്നത് ഒരു 10% നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം എന്ന് പറയും. അപ്പോൾ ഇനി നാളെ മുതൽ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമുക്കൊരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ ഒരു 10% എന്ത് ചെയ്യണം? നിങ്ങളുടെ SB അക്കൗണ്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്കൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിരിക്കണം. ഓക്കെ, ആ ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ പലരും ബിസിനസ് തുടങ്ങാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൈസ നഷ്ടമാകുമോ എന്നുള്ള പേടി കൊണ്ടാണ്, അല്ലേ? ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു പോയി ഞാൻ എന്ത് ചെയ്യും, പിന്നെ അത്രയും പൈസ നഷ്ടമാവില്ലേ എന്നൊക്കെയാണ് പലരുടെയും ഒരു ആവലാതി. അല്ലെങ്കിൽ പലരും ബിസിനസ് ചെയ്യാതെ ജോലിയിൽ തന്നെ ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? വല്ല ബിസിനസ്സും തുടങ്ങി വല്ല നഷ്ടവും സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ റിച്ച് ഡാഡിലും അതിനും വളരെ മനോഹരമായി പറയുന്നു കിയോസാക്കി. അതായത്
അതായത് ഒരുപാട് പൈസ നഷ്ടപ്പെട്ട കുറേ സമ്പന്നരെ, കോടീശ്വരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരുപാട് പൈസ നഷ്ടപ്പെട്ട ഒരുപാട് സമ്പന്നരെ അല്ലെങ്കിൽ കോടീശ്വരന്മാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പൈസ പോലും നഷ്ടപ്പെടാത്ത ഒരുപാട് ദരിദ്രരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, അതായത് ഒരുപാട് പൈസ നഷ്ടപ്പെട്ട ഒരുപാട് കോടീശ്വരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ ഒരുപാട് ദരിദ്രരെയും അല്ലെങ്കിൽ ഒരുപാട് പട്ടിണി പാവങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാൽക്കുലേറ്റീവ് റിസ്ക് ഒക്കെ എടുക്കേണ്ട ഒരു ആവശ്യകതയെ പറ്റിയാണ് റിച്ച് ഡാഡിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു.